ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സെന്തോ സ്ട്രീമർ. വിജയിക്കില്ല എൻ്റെ പോലെ എന്താ ഉറങ്ങി എണീച്ചത്. അപ്പോൾ കുറച്ച് സമയം എണീച്ചിട്ട് 2 ദിവസമില്ല ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പോൾ എന്താ ഇടേണ്ടത് ഇങ്ങനെ വിജയിക്കുമ്പോഴാണ് ആലോചിച്ചത്. ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നു. ഞാൻ സ്വന്തം വീഡിയോ ക്യാമറമാൻ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. കുറച്ച് കേട്ടോ. എന്തായാലും ഞാൻ സ്വന്തം ചെയ്യുന്ന സമയത്ത് ക്യാമറ ഇങ്ങനെ പിടിക്കുമ്പോൾ എല്ലാം പിടിക്കാൻ കഴിയില്ല. മാക്സിമം പിടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ എത്തിത്തരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടാകുമ്പോൾ രാവിലെ വെള്ളം കുടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുടിക്കുന്നത് കാണാം. എന്താണ് വെള്ളം ഞാൻ കുടിക്കുന്നത്. ഗൈസ്, ഈ വെള്ളമാണ് രാവിലെ നിങ്ങൾക്കതല്ലോ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന വെള്ളം ചൂടുവെള്ളത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഗ്രീൻ ടീയോ ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീയോ ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മളെ ഒരു പ്രൊഡക്റ്റാണ് 9E5 എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ ആദ്യം കുടിക്കുന്നത്. ആദ്യം ഞാൻ വെള്ളം കുടിക്കട്ടെ, അതിൻ്റെ ശേഷം ഞാൻ ഇത് കുടിക്കും. അപ്പോൾ ഇത് കൊടുക്കാം. എനിക്ക് നല്ല ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ട്. ഈ വെള്ളം കുടിച്ചിട്ടാണ് ശേഷം വന്നാൽ ഞാൻ വെയിറ്റെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഗൈസ് ഞാൻ എന്താണെന്ന് കാണിച്ച് ഇതാണ് സംഭവം കേട്ടോ. ഓണിൻ്റെ 9E5 ഈ ഡ്രിങ്കാണ് ഞാൻ കുടിക്കുന്നത്. രാവിലെ ആദ്യം കുറച്ച് വെള്ളം കുടിക്കും, അതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് കുടിക്കുന്നത്. ഇത് കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തത്. നല്ല സൂപ്പർ ഡ്രിങ്കാണ്. ഓൾ ബെരീസ് എല്ലാം ഇല്ലതാണ്. സൂപ്പർ. ഇത് കുടിക്കുമ്പോഴല്ലേ പിന്നെ വിശപ്പധികമൊന്നുമില്ല. പിന്നെ അധികം ഒന്നും ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. വിശപ്പേ കുറവാണ് ഇപ്പോൾ എനിക്ക്. ഇത് കുടിച്ചിട്ട് ഞാൻ 6 കിലോ കുറഞ്ഞു ഗൈസ്. സത്യം. നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ എങ്ങനെ അണപ്പുട്ടി പോലെ ഉണ്ടായിട്ട്. ഇപ്പം ഞാൻ കുറച്ച് മെല്ലില്ലേ. ഇതാണ് എൻ്റെ രഹസ്യം. ഗൈസ് ഇതാ ഈ ഒരു കപ്പ് ഞാൻ വെള്ളം കൊടുക്കാം. സിപ്പായിട്ട് കൊടുക്കുന്നതാണ്. എൻ്റെ സൈഡ് ബൈ ഞാൻ ബാക്കി എൻ്റെ പണിയും എടുക്കും. അപ്പോൾ ഇത് കുടിച്ചാലില്ലേ അധികം വിശപ്പറിയുന്നില്ല. അപ്പോൾ അധികം ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഇന്ന് ഞാൻ സൺഡേ അല്ലേ, സൺഡേ സ്പെഷ്യൽ കുറച്ച് അങ്ങനെ വലിയ സ്പെഷ്യലൊന്നും ഇല്ല. അട്പൊട്ടായിക്കും ഒറ്റയ്ക്കല്ലല്ലോ. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 2 മുട്ട പൊങ്ങിയത്, പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ. ഞാൻ ഗ്യാസിൽ മുട്ട വെച്ചിട്ടുണ്ട്. ദബീസ് മുട്ട പൊങ്ങുന്നുണ്ട്, ഞാൻ ബോയിലാകുന്നുണ്ട്. ഇനി ചായ അപ്പുറത്തേക്ക് വെക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ മുട്ട സൈഡിൽ വെച്ചിട്ടുണ്ട്, ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രേ ഉണ്ട്, ഒരു ഗ്ലാസ് ചായപ്പൊടി പഞ്ചസാര. അപ്പോൾ ഇനി ഞാൻ അവടിക്കണം. അപ്പോൾ അവടിക്കുമ്പോൾ പറ്റുന്ന രീതിയിൽ എടുക്കാം ഗൈസ്. അങ്ങനെ എൻ്റെ ചായ പച്ചു. ഞാൻ ഓഫാക്കിട്ട് എടുത്തിട്ട് ഇടാം, താഴെ വെക്കിട്ട്. അപ്പോൾ ഇത് 2 തന്നിട്ട് ചായയും തന്നിട്ട് മുട്ടയും തരാൻ വേണ്ടി വെച്ചിന്. അപ്പോൾ നമുക്ക് അവടിക്കാൻ വേണ്ടി പോവാം. ലോ ചലീമേ. അപ്പോൾ വേഗം ഒന്ന് അവടിക്കട്ടെ. അവടിച്ചതിന് ശേഷം ബാക്കിയുള്ള വീഡിയോസ്. ഗൈസ് കണ്ടോ എൻ്റെ മുട്ട പൊങ്ങിയത്. ഒരു മുട്ട പൊട്ടിപ്പോയി ഉണ്ട്, എനിക്ക് ഇങ്ങനെയായി. പിന്നെ എൻ്റെ കട്ടൻ ചായ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് ചായ കൊടുക്കും. കുട്ടികളുണ്ട്, പൊട്ടിക്കേണ്ട ആവശ്യം വന്നിട്ടാണ്. അപ്പോൾ ഞാൻ ചായ കൊടുക്കട്ടോ ഗൈസ്. ഇപ്പോൾ ഉച്ചയായി. ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ ചോറെല്ലാം റെഡിയായി. ചോറുണ്ട്, പിന്നെ മോരും വെള്ളമാണ്. ചോറ് പറഞ്ഞാൽ മസാല ചോറാക്കിയിട്ട് എല്ലാം ഉള്ളിയും തക്കാളിയും അങ്ങനെല്ലാം ഇട്ടിട്ട് പച്ചക്കറിയെല്ലാം ഇട്ടിട്ട് ആക്കിയ ചോറാണ്. അപ്പോൾ ചോറ് കഴിക്കുമ്പോൾ പറയാം എങ്ങനെ വേണ്ടിയിട്ട് ടേസ്റ്റ്. പിന്നെ അടിക്കിച്ച ശേഷം കുറച്ച് പണിയെല്ലാം ഉണ്ടായി. പിന്നെ ഒറ്റയ്ക്ക് തന്നെ ക്യാമറ പിടിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടാ ചോറ് വെക്കുന്ന സമയത്ത് എടുത്തിട്ടാ. അപ്പോൾ ചോറ് കഴിച്ചിട്ട് ടേസ്റ്റ് ഇങ്ങനെ ഉണ്ട്. കുളിയും കഴിഞ്ഞിട്ട് മോരും അങ്ങനെ മോരും വെള്ളം ഭയങ്കര ചൂടല്ലേ. ചമ്മി. അപ്പോൾ ഞാൻ ചോദിക്കട്ടോ. വൈകുന്നേരമായില്ലേ, അവലടിച്ചു, മിറ്റടിച്ചു, പൂച്ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കഴിക്കണം. അപ്പോൾ ഒന്നും കഴിക്കാം. അപ്പോൾ ഇതാ ഈ സാധനം ഇന്നെ നിങ്ങൾ അങ്ങോട്ട് എന്തി പറയില്ലേ, ഈടാ
കോയിപ്പൊത്താന്ന് പറയില്ലേ, നിങ്ങളങ്ങോട്ട് എന്താ പറയുക ഒന്ന് പറയണേട്ടാ, കമൻ്റ് അടിക്കണേ. ഇനെന്തി പറയില്ലേ, ബോംബെയിൽ ഇന്ന നല്ലി എന്ന് പറയും, നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ പേര് മനസ്സിലായത് കോയിപ്പൊത്ത്. അപ്പോൾ ഇത് പണ്ട് ഞാൻ ചെറുതാകുമ്പോൾ, ഇപ്പോഴും ഞാൻ അങ്ങനെ കഴിക്കുന്നത്, ഇങ്ങനെ വിരലിട്ടിട്ട് കഴിക്കുന്ന ഒരു സുഖം വരുന്നില്ലേ. അപ്പം ഞാനിത് കഴിക്കട്ടെ കേട്ടോ. ഞാൻ കഴിക്കലുണ്ട, കുഞ്ഞോള് കഴിക്കും, അങ്ങനൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞോള് തന്നെ കഴിക്കണമെന്നില്ല, വലിയ പേർക്കും കഴിക്കാം. കഴിക്കണമെന്ന് തോന്നാൻ കഴിക്കാം. അയ്യോ, അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഹായ് ഗൈസ്, ഇപ്പോൾ രാത്രിയായി. രാത്രി പറഞ്ഞാൽ ഒരു 7:30 അങ്ങനെയായി. ഞാൻ വിചാരിച്ചു ചോറ് കഴിക്കാം. കിച്ചടി എന്ന് പറയും അതാക്കിയത്. ഉച്ചക്കത്തെ ചോറ് ഞാൻ ഉച്ചക്ക് വെച്ച് ആക്കാമല്ലോ, തിന്നു അത്ര ആക്കി ഞാൻ. ഇത് ഞാനിപ്പോൾ അത് ചൂട് പരിപ്പും പച്ചക്കറിയും ഉള്ളിയെല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അപ്പം കഴിക്കട്ടെ കേട്ടോ. എങ്ങനെ ചൂടാകുന്നില്ല, നിങ്ങളവിടെ ചൂടുണ്ടോ? ചൂട് സഹിക്കാനില്ല. ഇങ്ങനെ മഴ പെയ്യല് ഇടക്കിടക്ക്, അപ്പോൾ മഴ അധികം പെയ്യുന്നത് കൊണ്ടാണ് അധികം ചൂട്. ഇങ്ങോട്ട് മഴയെല്ലാം പെയ്തിന്, നിങ്ങളങ്ങോട്ട് മഴ പെയ്തിനാ? അവസ്ഥ തന്നെ ഇവിടെ ഇങ്ങനെ. എനിക്ക് ഞാൻ ഏപ്രിൽ മെയ് ആകുമ്പോൾ എന്തായിരിക്കും സംഭവം അറിയില്ല. ചൂട് ഒന്നും വയ്യ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടോ. ഹലോ ഗൈസ്, ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞു, പാത്തെല്ലാം പഠിച്ചു എല്ലായി. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പോൾ എപ്പോഴും പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം. പിന്നെ എന്താ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കണേ. വെറുതെ നിങ്ങൾക്ക് ഇങ്ങനെ ബോറാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓണാക്കിക്കോ, എങ്കിൽ നിങ്ങളെ പണിയെടുത്തോളൂ. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. പിന്നെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഗുഡ് നൈറ്റ്, ശുഭരാത്രി. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടിൽ ദെൻ ബൈ.